ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 70. ഞാനിവിടെ വരാം, നീ ഒറ്റയ്ക്ക് പോകണ്ട. മുത്തശ്ശിയുടെ വീട്ടിലേക്ക് തനിയെ വണ്ടി ഓടിച്ച് പൊയ്ക്കോളാമെന്ന് പറഞ്ഞ വൈശുവിനെ ബാലു തടഞ്ഞു. സാരില്ല ബാലു, എനിക്ക് റൂട്ട് അറിയാന്നേ. പെണ്ണ് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി. കാരണം ഇവിടുന്ന് മുത്തശ്ശിയുടെ വീട് വരെ ഏകദേശം 3 മണിക്കൂറോളം ഉണ്ട്. ബാലുവിനെ കൂടെ കൊണ്ടുപോയാൽ തിരിച്ചിവിടം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് തനിയെ വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കുവാൻ വൈശാഖി താല്പര്യപ്പെട്ടില്ല. റൂട്ട് അറിയാമെങ്കിലും ഇല്ലെങ്കിലും ഈ തന്നെ പോക്ക് വേണ്ട. ഈ വീട്ടിലെ പെൺകുഞ്ഞുങ്ങളെ അങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഞാൻ അനുവദിക്കില്ല. പൊടുന്നനെ അവിടെ ഇരുന്ന പത്മാവതി അവസാന വാക്കെന്ന പോലെ പറഞ്ഞതും പിന്നീട് വൈശാഖി അതിനെ നിഷേധിക്കുവാൻ പോയില്ല. അവരുടെ ആ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പെണ്ണപ്പോൾ. എടാ, നീ ഇവളെ കൊണ്ടുവന്ന് വിട്ടിട്ട് വാ. വേണേൽ ഒരു ദിവസം അവിടെ നിന്നിട്ട് വന്നാലും മതിയാവും. പത്മാവതി പറഞ്ഞു നിർത്തി. അതത്രയുള്ളൂ, ഞാൻ കൊണ്ടുവന്ന് വിട്ടിട്ട് വരാം. സെറ്റിയിൽ ഒരുങ്ങിയിരുന്ന പെണ്ണിനെ ഒന്ന് നോക്കിയിട്ട് അയാൾ അകത്തേക്ക് നടന്നു. അതെ, പോകുന്നതൊക്കെ കൊള്ളാം. എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോന്നേക്കണം. എനിക്ക് നിന്നെ ഒത്തിരി നാളൊന്നും കാണാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കൊച്ചേ. പത്മാവതി അവളെ ഏറ് കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്കും സങ്കടാ മുത്തശ്ശി. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അവൾ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു. വരുമ്പോൾ വിളിക്കണം. ഒന്നെങ്കിൽ അവിടെ നിന്ന് ആരുടെയും കൂടെ വരണം, അല്ലെങ്കിൽ ഞാനിവിടുന്ന് ബാലുവിനെയോ ദേവനെയോ അയക്കാം. പത്മ ഓർമ്മിപ്പിച്ചു. വൈശാഖി അവരെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു. എന്നിട്ട് പത്മത്തിൻ്റെ തോളിലേക്ക് ചാരിക്കിടന്നു. ഒരുങ്ങിയോ മോളെ? ഒരു ബിഗ് ഷോപ്പർ നിറയെ എന്തൊക്കെയോ സാധനങ്ങളുമായി ലക്ഷ്മി അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് ചെന്നിരുന്നു. കഴിഞ്ഞു ലക്ഷ്മി അമ്മേ. അവൾ നേരെ ഇരുന്നു കൊണ്ട് ഉത്തരം നൽകി. നമ്മുടെ പറമ്പിലുണ്ടായ കുറച്ച് പച്ചക്കറികളാവച്ചേ, നിന്റെ മുത്തശ്ശിക്ക് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ടൗണിലൊക്കെ ഇത്രയും നല്ല പച്ചക്കറികളൊന്നും കിട്ടിയില്ലെന്നേ. കയ്യിലിരുന്ന സഞ്ചി ബന്ധപ്പെട്ട് ഉമ്മറത്തെ സോപാനപ്പടിയുടെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ലക്ഷ്മി ഹാളിലേക്ക് തിരികെ കയറി വന്നു. ഇതൊന്നും വേണ്ടായിരുന്നല്ലോ ലക്ഷ്മി അമ്മേ. വൈശു നന്ദിയോടെ അവരെ നോക്കി. പോകുന്ന കാര്യം കുറച്ചും കൂടെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി വല്ലതും ഉണ്ടാക്കി തന്നു വിട്ടേനെ. ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ. ഇച്ചിരി കായ വറുത്തതും കുമ്പളപ്പവുമാണ്. മോളുടെ മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമായത്. അന്നിവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടത്തോടെ കഴിച്ചതാ. ഡൈനിങ് ടേബിളിൽ നിന്നും മറ്റൊരു കവർ കൂടി ലക്ഷ്മി എടുത്തുകൊണ്ട് വന്നു. ഇത്തവണ വൈശാഖിയൊന്നും മിണ്ടിയില്ല. മിണ്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് അവൾക്കും മനസ്സിലായിരുന്നു. മംഗലത്തുകാരുടെ സ്നേഹത്തിന് മുൻപിൽ മാത്രം ആരെക്കൊണ്ടും പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്നത് വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ വൈശാഖിക്ക് മനസ്സിലായ കാര്യമാണ്. ഇറങ്ങാം കൊച്ചേ. അപ്പോഴേക്കും ബാലു കയ്യിലൊരു ചെറിയ ബാഗുമായി ഒരുങ്ങിയിറങ്ങി വന്നു. പോകാം ബാലു. അവൾ വല്ലായ്മയോടെ എഴുന്നേറ്റു. സ്വന്തം വീട്ടിലേക്കാണ് പോകുന്നതെങ്കിലും ഇവരെയൊക്കെ വിട്ടുപിരിഞ്ഞു പോകുവാൻ വല്ലാത്തൊരു പ്രയാസം പോലെ വൈശുവിനപ്പോൾ അനുഭവപ്പെട്ടു. ചേച്ചി, പോയിട്ടെന്നാ വരുന്നേ? പുറത്തു പോയിട്ട് തിരികെ വന്ന് വീട്ടിൽ കയറിയ വിഷ്ണു ഒരുങ്ങി നിൽക്കുന്ന വൈശാഖിയെ കണ്ടതും ചുണ്ടുകൾ കൂർപ്പിച്ചു പിടിച്ചു. കൂടിപ്പോയ ഒരാഴ്ച. അതിനുള്ളിൽ ഞാനിങ്ങി വരത്തില്ലേ? അവൾ ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പോയിട്ട് വരട്ടെ. പത്മാവതിയോടും ലക്ഷ്മി അമ്മയോടും യാത്ര പറഞ്ഞപ്പോൾ അവൾ കരയുക തന്നെ ചെയ്തു. കരയാതെ പോയിട്ട് വാ മോളെ, വിളിക്കണേ. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മിയും വിതുമ്പിപ്പോയി. അവൾ മുഖമമർത്തി തുടച്ചു. എന്നിട്ട് മെല്ലെ തലയാട്ടി. ശേഷം മഹാദേവൻ്റെ അടഞ്ഞുകിടക്കുന്ന മുറിയുടെ വാതിലിന് നേർക്ക് നിസ്സംഗതയോടെ ഒന്ന് നോക്കി. ആള് കോളേജിലേക്ക് പോയതാണ്, അതും രാവിലെ തന്നെ. താനിന്ന് പോകുന്ന കാര്യം സാറിന് അറിയത്തുമില്ല. ഒന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ കഴിഞ്ഞില്ല. നിറഞ്ഞു തൂവാറായ കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് പെണ്ണുമ്മറത്തേക്ക് കാലുകൾ നീക്കി. ബാലു അപ്പോഴേക്കും സാധനങ്ങളും അവളുടെ തുണിയുമൊക്കെ കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റി വെച്ച് കഴിഞ്ഞിരുന്നു. പോട്ടെ. ഡോർ തുറന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നതിന് തൊട്ട് മുൻപും വൈശു അവരോട് യാത്ര ചോദിച്ചിട്ടു. പോയിട്ട് വാ മോളെ. സങ്കടം തിങ്ങി നിൽക്കുന്ന മുഖത്തോടെ ആ മൂവരും അവൾക്ക് നേരെ കൈവീശി കാട്ടി. പൊടുന്നനെ ബാലു ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. 1-2 നിമിഷങ്ങൾ കഴിഞ്ഞതും അവരുടെ വണ്ടി മംഗലത്തിൻ്റെ ഗേറ്റും കടന്ന് വഴിയിലേക്ക് പതിയെ ഇറങ്ങി. മഹാദേവൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നേരം വളരെ ഇരുട്ടിയിരുന്നു.
കോളേജിലെ എന്തോ കാര്യത്തിനു വേണ്ടി പ്രിൻസിപ്പൽ അവനെ വിളിപ്പിച്ചതായിരുന്നു. നല്ല വിശപ്പ്, വേഗം വിളമ്പിത്ത. പെട്ടെന്നൊരു കുളിയും കഴിച്ച് അത്താഴം കഴിക്കുവാനായി ടേബിളിൻ്റെ അരികിൽ വന്നപ്പോഴാണ് ആളും അനക്കവും ഇല്ലാതെ വീടവൻ ശ്രദ്ധിക്കുന്നത് തന്നെ. മുത്തശ്ശിയും അമ്മയും വിഷ്ണു മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയുള്ളവരെ കാണുന്നുമില്ല. അച്ഛനും വൈശാഖി എവിടെ പോയി? ലക്ഷ്മി വിളമ്പിക്കൊടുത്ത ചോറ് കഴിക്കുന്നതിനിടയിൽ അടുത്തിരുന്ന് കഴിക്കുന്ന അമ്മയോട് അവൻ തിരക്കി. അച്ഛൻ വൈശുവിനെ അവളുടെ മുത്തശ്ശിയുടെ അടുത്ത് കൊണ്ടുവിടാൻ പോയതാ. അല്ല, നിന്നോട് പറഞ്ഞില്ലേ? ലക്ഷ്മി അവനോട് സ്വാഭാവികമായി ചോദിച്ചു. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞില്ല. ഇതുവരെയും ഒരു കാര്യത്തിലും പരാതിയോ പരിഭവമോ പറയാത്ത ഒരുവൻ്റെ നാവിൽ നിന്നും ആദ്യമായി പരിഭവത്തിൽ ചാലിച്ച ചോദ്യം പുറത്തേക്ക് തെറിച്ചു. ഞാനോർത്തു വൈശു നിന്നോട് പറഞ്ഞു കാണുമെന്ന്. അവളുടെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെ. ഓണം ആഘോഷിക്കാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. അതിനുവേണ്ടി പോയേക്കുവാ കൊച്ച്. ചിലപ്പോൾ ഇനി കോളേജ് തുറക്കുന്നതിന് മുൻപേ വരുവുള്ളായിരിക്കും. ലക്ഷ്മി കഴിക്കുന്നതിനിടയിൽ വിവരിച്ചു. കോളേജ് തുറക്കുന്നതിന് മുൻപോ? അതിന് കോളേജ് തുറക്കാൻ ഇനിയും ഒരാഴ്ച കൂടിയുണ്ടല്ലോ. അത്രയും നാളും അവിടെ നിൽക്കാനാണോ അവളുടെ പ്ലാൻ? സ്വയം അറിയാതെയായിരുന്നു ചെക്കൻ്റെ നാവിൽ നിന്ന് ആ ചോദ്യം പുറത്തേക്ക് തെറിച്ചത്. അതൊരു ചോദ്യമല്ലായിരുന്നു, അവനിലെ വേദനകളായിരുന്നു. ലക്ഷ്മിക്കും പത്മാവതിക്കും അത് വളരെ കൃത്യമായി മനസ്സിലാവുകയും ചെയ്തു. അതെന്താ നീ അങ്ങനെ ചോദിക്കുന്നേ? അതിന് അതിൻ്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹം കാണില്ലേ? കൊച്ചുമകൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ പത്മാവതിയുടെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് കൂർത്തു. അതിനിപ്പോൾ ആരാ ഇവിടെ പോകണ്ടെന്ന് പറഞ്ഞത്? ഞാൻ ജസ്റ്റ് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഉള്ളിലെ പതർച്ച പുറത്തു കാട്ടാതെ ചെക്കൻ പെട്ടെന്ന് തന്നെ പാത്രത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഇതിപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ പഠിപ്പ് തന്നെ അവതാളത്തിലാവുന്ന അവസ്ഥയാവുമെന്ന എൻ്റെ പേടി. വിളമ്പിക്കൊടുത്ത് ചോറ് എങ്ങനെയൊക്കെ ധൃതിയിൽ വാരി കഴിച്ചിട്ട് സ്വന്തം മുറിയിലേക്ക് ഓടുന്നവനെ കണ്ട് പത്മാവതി ഊറി ഊറി ചിരിച്ചു. ആ പുഞ്ചിരി ലക്ഷ്മിയിലേക്ക് എത്തുവാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. അതേസമയം തൻ്റെ മുറിയിൽ കയറി വാതിലടച്ച മഹാദേവൻ ഒരു വെരുകിനെ പോലെ ഉഴറുകയായിരുന്നു. അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ പോലും തോന്നിയില്ലല്ലോ. വൈശാഖി എന്ന ഒരുവളെ ഓർത്ത് അന്നത്തെ അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. പക്ഷേ അവൻ അറിയുന്നില്ലല്ലോ ആ ഒരുവളും അവനെ ഓർത്ത് വിരഹവേദന അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യം. അന്ന് ദേവകിയുടെ വീട്ടിൽ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ബാലു തൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു ചെന്നത്. മംഗലത്ത് ചെന്ന് കയറിയപ്പോഴേക്കും മണി 10 കഴിഞ്ഞിരുന്നു. എന്താ ബാലേട്ടാ, അവളെന്തു പറയുന്നു? കൊച്ചു ഹാപ്പിയാണോ അവിടെ? അയാൾ വീട്ടിലേക്ക് വന്ന് കയറിയില്ല. അതിനു മുൻപേ തന്നെ പത്മവും ലക്ഷ്മിയും വിഷ്ണുവും കൂടി ഭാസ്കരൻ്റെ ചുറ്റും കൂടിയിരുന്നു. പറയാൻ ലക്ഷ്മിയെ, ഞാനൊന്ന് ഇരുന്നോട്ടെ. ഭാസ്കരൻ കയ്യിലിരിക്കുന്ന ബാഗ് ടീപ്പോയിലേക്ക് വെച്ചിട്ട് സെറ്റിയിൽ പടഞ്ഞിരുന്നു. പുറത്തു നിന്നും അച്ഛൻ്റെ ശബ്ദം കേട്ടിട്ടാവാം. അപ്പോഴേക്കും മഹാദേവനും പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. എന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ ഹാളിൽ കിടന്ന ഒരു കസേരയിൽ ചെന്നിരുന്നു കൊണ്ട് പത്രത്താളുകൾ മറിച്ചു നോക്കുവാനായി തുടങ്ങി. എടി ലക്ഷ്മിയെ, എന്ത് പാവാടി നമ്മുടെ വൈശു കൊച്ച്. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴേക്കും കൊച്ചിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞടി. പോരുന്നോ എന്ന് ഞാനൊന്ന് ചോദിച്ചിരുന്നേ അവൾ ഇന്ന് എൻ്റെ കൂടെ തിരിച്ചു പോന്നേനെ. ഇവിടുന്ന് പോയതിലേ അവൾക്ക് നല്ല സങ്കടമുണ്ടടി. അടുത്തിരുന്ന ലക്ഷ്മിയെ നോക്കി പറയുമ്പോൾ ഭാസ്കരൻ്റെ മുഖവും സങ്കടം വന്ന് തിങ്ങിയിരുന്നു. അല്ലേലും അതൊരു പഞ്ചപാവം കൊച്ചാടാ. അവൾ ഉണ്ടായിരുന്നപ്പോൾ എന്തൊച്ചയും ബഹളമായിരുന്നു ഈ വീട്ടിൽ. ഇപ്പോൾ കണ്ടില്ലേ, ഒരുമാതിരി മരണവീട് പോലെ. പത്മവും പദം പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ അടുത്തായി ചെന്നിരുന്നു. അച്ഛാ, സത്യമായിട്ടും ചേച്ചി ഒരാഴ്ച കഴിഞ്ഞ് ഇനി വരത്തുള്ളോ? വിഷ്ണു സങ്കടത്തോടെ തിരക്കി. അവിടെ മുത്തശ്ശിയുടെ കൂടെ നിൽക്കാൻ അവൾക്ക് ആഗ്രഹം കാണത്തില്ലേടാ. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. പഠിത്തം കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയാൽ പിന്നെ ആ കൊച്ചിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയാമല്ലേ. മറുപടി പറഞ്ഞത് ലക്ഷ്മിയായിരുന്നു. അത് കേട്ടതും മഹാദേവൻ പത്മത്തിനെ ഒരു ഞെട്ടലോടെ ഒന്ന് നോക്കി. എന്നിട്ട് വീണ്ടും പഴയതുപോലെ ഇരുന്നു. അവൾ നിൽക്കട്ടെന്നേ, പോരാൻ തോന്നുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാ ഞാൻ വന്നേക്കുന്നേ. ബാലു ഒന്ന് നെടുവീർപ്പെട്ടു. എന്നിട്ട് ഷർട്ടിൻ്റെ മുകളിലത്തെ 1-2 ബട്ടണുകൾ തുറന്നിട്ടിട്ട് സെറ്റിയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങി. ബാലേട്ടൻ പോയിന്ന് ഫ്രഷ് ആവ്, ഞാൻ പോയി പ്രാതലെടുത്ത് വയ്ക്കാം. അയാൾ എഴുന്നേൽക്കുന്നത് കണ്ടതും ലക്ഷ്മി മെല്ലെ അടുക്കളയിലേക്ക് പോകുവാൻ തിരിഞ്ഞു. ആ പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു.
എന്തോ ഓർത്തെന്ന പോലെ ബാലു വീണ്ടും സെറ്റിയിലേക്ക് ഇരുന്നതും ലക്ഷ്മി വീണ്ടും അവിടെ തന്നെ നിന്നു. പത്രത്തിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നവൻ്റെ ചെവിയും ആ നേരം ബാലുവിൻ്റെ ചുണ്ടുകൾക്ക് നേരെ കൂർപ്പിച്ചാണ് ഇരുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം. അവിടെ അമ്മ ഇന്ന് രാവിലെ ദേവകി ആൻറ്റിയെ വിളിച്ചിരുന്നു. വൈശു അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവരറിഞ്ഞിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ അവരും അവരുടെ ഭർത്താവും കൂടി അങ്ങോട്ടേക്ക് ചെല്ലാമെന്നോ മറ്റോ പറയുന്നത് കേട്ടു. എന്തിനാണെന്ന് മാത്രം അറിയില്ല. ഒരോണം പോലും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ആഘോഷിക്കാൻ നേരമില്ലാത്തവർ ഇത്രയും തിടുക്കപ്പെട്ട് നാട്ടിലേക്ക് വരുന്ന എന്തിനാണെന്നാ എൻ്റെ ഒരു സംശയം. ബാലു സംശയത്തോടെ താടിയിൽ തടവി. ഈശ്വര, ഇനി വൈശുക്കുച്ചിനെ വല്ലതും തിരിച്ച് ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണോ ഈ വരവ്? ലക്ഷ്മിക്ക് പേടിയായി. ഏയ്, അതൊന്നും ആയിരിക്കില്ല ലക്ഷ്മി, അവൾക്കിവിടെ കോളേജ് ഉള്ളതല്ലേ. പത്മൻ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഈ ബാലേട്ടൻ അന്ന് ദീപകിനെ എടുത്ത് പഞ്ഞിക്കിട്ടതൊക്കെ അവൻ ചെന്ന് അവരോട് പറഞ്ഞു കാണുമെന്നാണ് എൻ്റെ സംശയം. അങ്ങനെ വല്ലതും ആണെങ്കിൽ ഈ വീട്ടിലുള്ള അവളുടെ നിൽപ്പ പോലും അങ്ങ് നിൽക്കും. യാത്ര പറയാൻ പോലും പെണ്ണിനെ അവരിങ്ങോട്ടേക്ക് വിടത്തില്ല. ലക്ഷ്മി ആവലാതിയോടെ പറഞ്ഞു. അതൊന്നും ഉണ്ടാവില്ലടി, നീ വെറുതെ ടെൻഷൻ അടിക്കാതെ. അവളുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരു പാവമാണ്. ഇനി അരുതാത്ത എന്തെങ്കിലും ആ വീട്ടിലുണ്ടായാൽ തന്നെ ദേവകി ആൻ്റി എന്നെ വിളിച്ചു പറഞ്ഞോളും. പേടിക്കേണ്ട കാര്യമില്ല. ഭാസ്കരൻ ഉറപ്പു നൽകി. എങ്കിലും അയാളുടെ ഉള്ളിലും ചെറിയൊരു ആശങ്ക തോന്നാതിരുന്നില്ല. ചേച്ചിയെ വെറുതെ വിടണ്ടായിരുന്നു വീട്ടിലിരുന്ന് ടെൻഷൻ അടിക്കാൻ. വിഷ്ണു പൊടുന്നനെ മുഖം വീർപ്പിച്ചു. എടാ മോനെ, അവർ വൈശുക്കൊച്ചിൻ്റെ അച്ഛനും അമ്മയാ. അവളുടെ മേൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ളവർ. എത്രയൊക്കെ അഴുക്കാണെങ്കിലും ശരി, അവക്കവിടെ അച്ഛനും അമ്മയും പറയുന്ന കേൾക്കായിരിക്കും ഒന്നും പറ്റത്തില്ല വിഷ്ണു. സത്യം പറഞ്ഞാൽ നമുക്കും അവൾക്കും തമ്മിൽ എന്ത് ബന്ധമുള്ളേ? നമ്മുടെ വീട്ടിൽ അവൾ വാടക നിന്ന് താമസിക്കുന്നു. അതിൽ കൂടുതലുള്ള ബന്ധമൊന്നും അവളും നമ്മളും തമ്മിലില്ലല്ലോ. ഉള്ളിൽ സങ്കടം വരുന്നുണ്ടായിരുന്നെങ്കിലും ബാലു മകന് പറഞ്ഞു കൊടുത്തു. മഹാദേവൻ്റെ ഉള്ളിലൊരു ഇടുത്തി വീഴ്ത്തുവാൻ ഇതിലും വലിയൊരു വിവരണം ആവശ്യമുണ്ടായിരുന്നില്ല. എങ്കിലും സ്വന്തം ഈഗോയെ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ടിരുന്നവൻ മറ്റുള്ളവർക്ക് മുൻപിൽ തൻ്റെ ആശങ്കകളെ പ്രകടിപ്പിക്കുവാൻ കൂട്ടാക്കിയില്ല. ബാലേട്ടൻ പോയി കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴേക്കും ഭക്ഷണം എടുത്തു വയ്ക്കാം. ഇനി ആ സംസാരം തുടരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാവാം ലക്ഷ്മി പെട്ടെന്ന് മറ്റൊരു വിഷയം തിരഞ്ഞെടുത്തത്. ബാലു കുളിക്കുവാൻ എന്നവണ്ണം എഴുന്നേറ്റ് പോയി. വിഷ്ണു തൻ്റെ റൂമിലേക്കും. പത്മം മാത്രം എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടിക്കൊണ്ട് ആ സെറ്റിൽ തന്നെ ഇരുന്നു. അതേസമയം എല്ലാം കേട്ട് മനസ്സ് അസ്വസ്ഥമായവൻ ധൃതിയിൽ കസേരയിൽ നിന്നും എഴുന്നേറ്റ് എന്നിട്ട് തല കുടഞ്ഞുകൊണ്ട് ഹാളിൽ നിന്ന് നേരെ പുറത്തേക്ക് നടന്നു. ഉമ്മറപ്പടികളിറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങിയവൻ്റെ കണ്ണുകൾ ആദ്യം തന്നെ ഉടക്കിയതോ വൈശുവിന് വേണ്ടി കെട്ടിയ ഊഞ്ഞാലിലേക്കും. ഊഞ്ഞാലിലിരുന്ന് ചിരിച്ചുകൊണ്ടാടുന്ന വൈശു അവൻ്റെ മനസ്സിലേക്ക് പൊടുന്നനെ കടന്നു വന്നു. അവനിൽ നഷ്ടബോധമുണ്ടായി. അതുകൊണ്ട് തന്നെ കാറ്റിൽ മെല്ലെ തനിയെ ആടുന്ന ഊഞ്ഞാലിലേക്ക് മഹാദേവൻ ചെന്ന് കയറിയിരുന്നു. പതിയെ അതിലിരുന്നു കൊണ്ട് ആടുമ്പോൾ മഹാദേവൻ്റെ കണ്ണുകൾ മുറ്റത്തുകൂടി ഓടി നടക്കുന്ന വൈശാഖിയെ കണ്ടു. പൂക്കൾ പറിക്കുന്ന വൈശാഖി, മുറ്റത്തെല്ലാവരുടെയും കൂടെ ഇരുന്ന് പൂക്കൾ ഒരുക്കുന്ന വൈശാഖി, മുറ്റത്തെ ചപ്പും ചവറുകളും പെറുക്കി കളയുന്ന വൈശാഖി, അച്ഛൻ്റെ ബുള്ളറ്റിൽ കയറിയിരുന്ന് വണ്ടി പഠിക്കുന്ന വൈശാഖി, ഉമ്മറപ്പടികളിൽ ബോണ്ടായോടൊപ്പം ഇരുന്ന് പച്ചമാങ്ങ ഉപ്പും മുളകും കൂട്ടി ആസ്വദിച്ച് കഴിക്കുന്ന വൈശാഖി. അങ്ങനെ വൈശാഖി എന്നൊരു തോന്നൽ മഹാദേവനിൽ ശക്തമായി. ഇത്രയൊക്കെ ആ ഒരുവളുടെ ഓർമ്മകൾ മനസ്സിൽ വന്ന് തിങ്ങി നിറഞ്ഞിട്ടും അവളെ ജീവിതകാലം മൊത്തം കൂടെ കൂട്ടണം എന്നൊരു ചിന്ത അവനിലെ പിശുക്കനിൽ ഉണ്ടായോ ഇല്ലയോ എന്നൊരു കാര്യം മാത്രം ഇപ്പോഴും എനിക്ക് സംശയമാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇവിടെ അവസാനിച്ചു കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് നാളെ വരാവേ. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ പറഞ്ഞതുപോലെ ഈ പാട്ടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ഉറപ്പായിട്ടും എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് സമയാസമയത്തിന് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.